പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൊത്തം 105 വീടുകളാണ് 11.5 ഏക്കർ ഭൂമിയിൽ തയ്യാറാവുന്നത്. അതിൽ ആദ്യഘട്ടത്തിലെ 51 വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് ഇന്ന് നടക്കുന്നത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വീടുകളുടെ താക്കോലുകൾ കൈമാറും. പ്രിയങ്ക ഗാന്ധി MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. നമുക്കൊപ്പം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തത്സമയം ചേരുന്നു ഈ സുന്ദരമായ നിമിഷത്തിൽ. നമസ്കാരം ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. വെരി ഗുഡ് മോർണിംഗ്. എനിക്കറിയാം അങ്ങ് യാത്രയിലാണ്, എങ്കിലും രാവിലെ പ്രഭാതത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് സ്നേഹം. ഞങ്ങളിപ്പോൾ ഇമാമുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുകയായിരുന്നു. പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് മസ്ജിദും വീടും ഒക്കെ തുറന്നു കൊടുക്കണം എന്ന് ഇമാം ഇന്നലെ പ്രസംഗിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ 51 വീടുകൾ നൽകുകയാണ് ആദ്യഘട്ടത്തിൽ. ഞങ്ങൾ ആ വീടുകളുടെ ദൃശ്യം കാണുമ്പോഴേ വില്ല പ്രൊജക്റ്റ് പോലെയുള്ള ഒരു ഫീലാണ് കിട്ടിയത്. നല്ല പ്രൊഫഷണൽ മികവോടുകൂടിയാണ്. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ അടുത്ത കാലത്ത് നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. എത്ര വേഗമാണിത് സാധ്യമായത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി? 5 മാസമല്ലേ ഭൂമി ഏറ്റെടുത്ത്? അതെ, വളരെ വേഗം തന്നെ തീർക്കുക എന്നുള്ളത് നിശ്ചയദാർഢ്യമായിരുന്നു. പാർട്ടിയും അതുപോലെ തന്നെ തങ്ങളൊക്കെ അതൊരു പേഴ്സണലായി തന്നെ തങ്ങളും പാർട്ടിയും അതൊരു പ്രസ്റ്റീജായി ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. കാരണം അവര് നമ്മളെ വിശ്വാസം അർപ്പിച്ച് സർക്കാർ ലിസ്റ്റിൽ നിന്ന് നമ്മളെ കൂടെ വന്ന ആളുകള് അവര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് ഞങ്ങൾ ആദ്യം മുതലെടുത്തത്. അതുകൊണ്ടാണ് ഒന്നിനും ഒരു കുറവും വരുത്താതെ പൂർത്തിയാക്കുക. ഏറ്റവും നല്ല ആർക്കിടെക്ട്, ഏറ്റവും നല്ല കോൺട്രാക്ട്, ടോണി അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ്. നിർമ്മാൺ കമ്പനി അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ മലബാർ ടെക് അറിയപ്പെടുന്ന ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ പ്രൊഫഷണലായ ആളുകളെ മാത്രം വെച്ച് പ്രൊഫഷണലായി തന്നെ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് ഒന്നിനൊരു കുറവും വരുത്താതെ പകുതിയോളം വീടുകൾ ഇപ്പോൾ തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. ഈ കാലത്ത് നമ്മൾ കാണിക്കേണ്ട എല്ലാ വിഭാഗങ്ങൾക്കും അവിടെ ഞങ്ങൾ താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇമാമിന്റെ പ്രശ്നം ഇന്നലെ റിപ്പോർട്ടർ TV കാണിച്ചത് ഞാൻ കണ്ടു. അത് വളരെ കാലികമാണ്, മാത്രമല്ല നല്ലൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകിയത്. ഓക്കെ, ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ഇന്നിപ്പോൾ 4 മണിക്കാണ് ചടങ്ങ് നടക്കുന്നത്. അത് കേവലം താക്കോൽ കൈമാറ്റം മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുരന്തമുഖത്ത് അന്ന് മുസ്ലിം ലീഗ് ആണെങ്കിലും നമ്മളെല്ലാ യുവജന സംഘടനകളും, യൂത്ത് ലീഗ് ആണെങ്കിലും DYFI ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും എല്ലാവരും നമ്മൾ ഒറ്റ കെട്ടോടുകൂടിയാണ് അന്ന് നിന്നത്. ഇതിപ്പോൾ ഈ വീട് നിർമ്മാണവും കൈമാറ്റവും നടക്കുന്ന സമയത്തും നമ്മൾ അതേപോലെ ഒരു സ്പിരിറ്റ് അവിടെയുണ്ട് അല്ലേ? എല്ലാവരും ചേർന്ന് ഒരുമിച്ചാണ് ഇന്ന് അവിടേക്ക് ഈ കൈമാറ്റം നടത്താൻ പോകുന്നത്, താക്കോൽ കൈമാറ്റം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ താമസക്കാര് അങ്ങനെ ഒരു വിഭാഗീയതയില്ല, ജാതിമത വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ഇപ്പോ സർക്കാരിന്റെ പ്രോജക്ട് അപ്പുറത്തുണ്ട്, സന്നദ്ധ സംഘടനകൾ പലരും ചെയ്തിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ച് തന്നെ ദുരന്തമുഖത്ത് വന്നു പെട്ടവരെ നമ്മൾ വേറൊരു തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു സമീപനം എല്ലാവരുടെയും പ്രോജക്റ്റ് വരട്ടെ, നന്നാവട്ടെ എന്നുള്ള ഒരു സമീപനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഉദ്ഘാടനം ചെയ്യുന്ന ഞങ്ങളുടെ കുറച്ചധികം വീടുകൾ ഉള്ളത് കൊണ്ട് ഇത് ബാക്കിയുള്ളവർക്ക് ഒരു മാതൃക ആവട്ടെ, ഞങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെടട്ടെ, അതിലൊരു മത്സരം നടക്കട്ടെ എന്നാണ് ഞങ്ങളുടെ തോന്നൽ. എനിക്കൊന്ന് ഇത് വീട് മാത്രമല്ല, വീടിനോടൊപ്പം ആ ആകാശ ദൃശ്യങ്ങൾ രാത്രി കാണുമ്പോൾ നല്ല ഗംഭീരമാണ്. ഏതോ ഒരു പ്രൈവറ്റ് ബിൽഡിംഗ് കമ്പനിയുടെ പരസ്യം പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഞാനിത് ഇത്തിരി കൂട്ടി പറയുന്നതല്ല, പ്രേക്ഷകർക്ക് കാണുമ്പോൾ അറിയാം. ഒരു വില്ല പ്രോജക്റ്റ് പോലെയാണത് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് അതാണ് തുടക്കത്തിൽ നല്ല കുറച്ച് വിലയൊക്കെ കൊടുത്ത് ഭൂമി വാങ്ങേണ്ടി വന്നു. പ്രകൃതി മനോഹരമായ ഒരു കുന്നാണ്. അത് തന്നെ മെയിൻ റോഡിന്റെ വക്കാണ്. തൊട്ടടുത്ത് കോളേജ് ഉണ്ട്, സ്കൂളുണ്ട്, ടൗണിലേക്കുള്ള ആക്സസ് വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടും പറ്റിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്കൊക്കെ തന്നെ പോയി താമസിക്കാൻ തോന്നും കുന്നും പുറത്തെത്തിയാൽ. പറഞ്ഞത് കറക്റ്റാ. പിന്നെ എല്ലാം തയ്യാറാക്കിയിട്ട് തന്നെയാണ്, ഫർണിഷ്ഡ് ആണ് വീടുകളൊക്കെ. ഞങ്ങൾ കൈമാറുന്നത് ഫർണിഷ്ഡ് ആണ്. അതായത് നമ്മൾ അന്ന് പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. നിങ്ങൾ നിന്ന നിപ്പിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണല്ലോ. മനുഷ്യരല്ലാത്തത് എന്തിനേയും നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇട്ട വസ്ത്രത്തോടു കൂടി നിങ്ങൾ വന്നോളൂ, ബാക്കിയെല്ലാം ഇവിടെ തയ്യാർ അല്ലേ? ഫർണിച്ചർ കൊടുക്കും, ഫാൻ കൊടുക്കും, ലൈറ്റ് കൊടുക്കും, വെള്ളം കൊടുക്കും. അതെ, അതിന് തയ്യാറുള്ള മനുഷ്യരുണ്ടല്ലോ. കാരണം നമ്മൾ പറഞ്ഞപ്പോഴേക്കും ഫർണിച്ചറൊക്കെ സ്പോൺസർ ചെയ്ത് വന്നു. കാരണം എന്തിനും തയ്യാറും എന്തും കൊടുക്കാനും കാര്യം. ഇപ്പൊ ഇന്ന് ഭക്ഷണം കൊടുക്കാൻ അതും സന്നദ്ധ സംഘടനകൾ തയ്യാറായി വരികയാണ്. നമ്മുടെ മനുഷ്യന്റെ നല്ല മനസ്സിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അതൊരിക്കലും പരാജയപ്പെടൂല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ തെളിവാണ്
ഞങ്ങളുണ്ടാക്കിയ ഈ ഈ സമുച്ചയം. നോമ്പ് കാലം കൂടിയാണ്, തീർച്ചയായിട്ടും. റമദാൻ മാസമാണ്, പുണ്യമാസമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ഒരിടത്ത് പൊങ്കാല, അവിടെയും വേറൊരു വിശ്വാസമുണ്ട്. ഞാനിപ്പോൾ പറയുമായിരുന്നു, ഇന്നലെ ഒരു പ്രേക്ഷകൻ എനിക്ക്, ഞാനത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വേണ്ടി ഇന്നലെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഒരു പ്രേക്ഷക, ഒരു കുട്ടി വന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തക്കത്തിൽ ഞങ്ങൾക്ക് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഈ പുതിയ സ്ഥലത്ത് അമ്പലം ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലമായിട്ട് നിർമ്മിച്ച് കൊടുക്കാൻ പറ്റില്ലെങ്കിലും അതിനുള്ള ഇടങ്ങളും ഒക്കെ നമുക്ക് ആ സ്ഥലത്തുണ്ടാകും, അല്ലേ? സമീപ പ്രദേശത്ത് അതിനൊക്കെയുള്ള സ്ഥലം കണ്ടെത്തി അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. ഞാൻ ഇന്നലെ റിപ്പോർട്ടർ റിവ്യൂവിൽ ആ നിർദ്ദേശം കണ്ടപ്പോൾ അത് ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും ഇന്ന് പാർട്ടി കമ്മിറ്റി ഉണ്ട്, തങ്ങളോട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഈ കാര്യം സീരിയസ് ആയി ചർച്ച ചെയ്യുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. വലിയ സന്തോഷമുള്ളൊരു കാര്യം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അത് വലിയ സന്തോഷം തരും. ഒരു കാര്യം കൂടി, ഞങ്ങൾ ഇന്നലെ ചർച്ചയിൽ അത് ഞങ്ങളായിട്ട് പറഞ്ഞതാണ്, അതായത് ഈ ഇത്രയും മനോഹരമായിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടേ അത് പെട്ടെന്ന് പല കാര്യങ്ങൾ കൊണ്ട് നമ്മളത് വിട്ടുപോകാറുണ്ട്. 1, 2, 3 വർഷം അല്ലെങ്കിൽ 10 വർഷമൊക്കെ കഴിയുമ്പോൾ ആ വീടുകളൊക്കെ പിന്നീട് അത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചില വീടുകളൊക്കെ മോശമായി പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ തുടർന്നും അതിനൊരു മേൽനോട്ടം ഉണ്ടാവുമോ മുസ്ലിം ലീഗിന്? ഇത് താക്കോൽ കൈമാറി നമ്മൾ പിന്മാറുകയല്ലല്ലോ ചെയ്യുന്നത്. അല്ല, തീർച്ചയായും അല്ല. ഞാൻ 2-3 കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, വെള്ളം, അതുപോലെ തന്നെ അതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ സ്ഥിരമായ ഒരു സൂപ്പർവിഷൻ, മെയിൻ്റെനൻസ് സൂപ്പർവിഷൻ, അത് ഇന്നലെ ഞാൻ കണ്ടു, അങ്ങയുടെ പരാമർശത്തിൽ അതൊക്കെ കണ്ടു. തീർച്ചയായും ഇത് ആൾറെഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ പിന്നെ ഈ 8 സെന്റ് സ്ഥലം എന്ന് അവർക്ക് തന്നെ കൈമാറണം. ഞങ്ങൾ അവരിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. യാതൊരു കണ്ടീഷനും ഇല്ല, ഒന്നുമില്ല. എല്ലാ സജ്ജീകരണങ്ങളും ഒന്നിനും കുറവ് വരാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ മെയിൻ്റെനൻസ് സൂപ്പർവിഷനും ഞങ്ങൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നല്ലോ, അല്ലേ? ഇപ്പോൾ സർക്കാരിൻ്റെ ആണെങ്കിലും ശരി, എല്ലാ സംവിധാനങ്ങളും ആരും തടസ്സമൊന്നും നിന്നില്ലല്ലോ. ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം വളരെ വേഗത്തിൽ തന്നെ നടന്നില്ലേ? എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നല്ലോ, അല്ലേ? എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശരി, അത് ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നെ എല്ലാവരും സഹകരിച്ചു. ഉള്ളത് പറയണല്ലോ, ഈ കാര്യത്തിൽ ഒരു പക്ഷപാതം കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സർക്കാരിന്റെ പ്രോജക്റ്റും വരട്ടെ, ഒരുപാട് ആളുകൾക്ക് സർക്കാർ കൊടുക്കുന്നുണ്ടല്ലോ, അതും വരട്ടെ, ഇതും വരട്ടെ എന്നുള്ളൊരു സമീപനാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഈ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നിലയിൽ ഞങ്ങൾ സമീപിച്ചപ്പോ സർക്കാരിന്റെ പ്രോജക്റ്റ് കണ്ടിരുന്നോ? ഞാൻ പങ്കെടുത്തിരുന്നു കണ്ടിരുന്നു. ഉദ്ഘാടന ദിവസം ഞാൻ ഉണ്ടായിരുന്നു. നാളെ ഇപ്പൊ ഞങ്ങളെ രാത്രിയൊക്കെ ആയതുകൊണ്ട് ഇനി നാളത്തെ ഉദ്ഘാടനം പങ്കെടുക്കാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷേ തർക്കല്ലിടലിന് ഞാൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സർക്കാരും സഹകരിച്ചിട്ടുണ്ട്, ഞങ്ങൾ സർക്കാരിനോടും സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ദുരന്തമുഖത്ത് വലിയ രാഷ്ട്രീയം വേണ്ട എന്നുള്ള ഒരു സമീപനമാണ് ഞങ്ങൾ എടുക്കുന്നത്. കോൺഗ്രസിന്റെ പ്രോജക്ട് ഇന്നലെ ഉണ്ടായിരുന്നു, അതിലും എല്ലാവരും സഹകരിച്ചു. എല്ലാവരും ഈ കാര്യം അങ്ങനെ പോട്ടെ. താങ്ക് യു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താക്കോൽ കൈമാറ്റ ചടങ്ങ് ഞങ്ങൾ താക്കോൽ ദാനം എന്ന് പറയുന്നില്ല, താക്കോൽ കൈമാറ്റം എന്ന് പറയാൻ തീരുമാനിച്ചു ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ്. കാരണം അതാണല്ലോ, അതൊരു അഭിമാനത്തോടു കൂടി ആരും ആർക്കും ദാനം ചെയ്യുകയല്ല, നമ്മൾ ഒരുമിച്ച് കൈമാറുകയാണ് സ്നേഹം. താങ്ക് യു. അതാണ് നല്ല വാക്ക്. താങ്ക് യു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 51 വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് ഇന്ന് നടക്കുന്നത്. ആത്മാഭിമാനമുള്ള മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് നൽകിയ ഒരു ഉറപ്പ് അങ്ങനെ പാലിക്കപ്പെടുകയാണ്. അഷുറൻസ്, വാക്ക് പാലിക്കപ്പെടാനുള്ളതാണ്, അല്ലേ? ലീഗ് ഇത് പാലിക്കുന്നു. അത് കൃത്യസമയത്ത് തന്നെ 5 മാസം കൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. അതും മനോഹരമായ വീടുകളാണ് കിട്ടും. ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ നമുക്ക് കൂടെ പോയി ഒന്ന് താമസിച്ചാലോ എന്ന് തോന്നത്തക്ക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ്. അപ്പോൾ നന്നായി നടക്കട്ടെ. എല്ലാവരും നേരത്തെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ വീട് വെച്ച് കൊടുത്തു. പക്ഷേ ഇത്രയും അധികം വീടുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. 178 വീടുകളാണ് നാളെ സർക്കാർ കൈമാറാൻ പോകുന്നത്. അതും മികച്ച വീടുകൾ തന്നെയായിരിക്കും, സംശയമൊന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി പറയട്ടെ, മനുഷ്യന് കൊടുക്കുന്ന വാക്കിൻ്റെ ഉറപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ്. അതിന് ഒരു ഇൻഷുറൻസ് കമ്പനിക്കും അത്തരമൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. അത് മനുഷ്യരെ തുനിഞ്ഞിറങ്ങിയ വാക്ക് കൊടുത്തത് പാലിക്കാൻ ഒരു കൂട്ടർ തയ്യാറാണെങ്കിൽ അതിനേക്കാൾ വലിയ ഇൻഷുറൻസ് വാഗ്ദാനം ഒരു കമ്പനിക്കും കൊടുക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ അഷുറൻസ് ആണ് ഏറ്റവും വലിയ ഇൻഷുറൻസ്.